വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ കേസ് ബാംഗ്ലൂർ കോടതി തീർപ്പാക്കി. ബാംഗ്ലൂർ ഹൈക്കോടതി ജസ്റ്റിസ് നാഗപ്രസന്നയുടെ കേസിന്റെ വിധി ഇന്ന് വന്നു. അതിനകത്ത് വീണ വിജയൻ ആവശ്യപ്പെട്ടിരുന്നത് അവര് എന്താണ് പരാതി, ആ പരാതിയിലെ ഡോക്യുമെന്റ് ആവശ്യം തനിക്ക് വേണം, അത് കോടതി കൊടുക്കാൻ പറഞ്ഞു. തൻ്റെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, അപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ കാര്യവും റെഡിയായി. ആ ഹർജി ഇപ്പം തള്ളി ആ അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അന്വേഷണം റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം അത് കോടതി തള്ളിക്കളഞ്ഞു. ഏത് ഏജൻസി ആയാലും ശരി അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് മാത്രമേ കോടതി പറയാറുള്ളൂ. അതിവിടെയും കർണാടക ഹൈക്കോടതി പറയുകയും ചെയ്തു. ഈ കേസിനകത്ത് എന്താണ് തനിക്കെതിരായിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയത് എന്നുള്ള വിവരം, അതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഇപ്പം വരുന്ന മറ്റു ചില വാർത്തകൾ, ലാവ്ലിൻ കേസിനകത്ത് നമുക്കറിയാം പിണറായി വിജയന് അതിന് ഏകദേശം 38 പ്രാവശ്യം സുപ്രീം കോടതി CBI കൊടുത്ത അപ്പീൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ലാവ്ലിൻ്റെ കാനഡയിലെ ആ സ്ഥലത്ത് തന്നെ Sky 11 ടൊറന്റോയിലെ കാനഡയിലെ ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ്. Sky 11 എന്നാണ് അതിൻ്റെ പേര്. അത് ലിങ്ക്ഡ്ഇനിലും മറ്റും അന്വേഷിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. അവർക്ക് നല്ല ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എക്സാലോജിക് കമ്പനി ഇവിടെ നിർത്തുകയും അതോടൊപ്പം തന്നെ കാനഡയിലെ മറ്റൊരു കമ്പനി Sky 11 എന്ന പേരിൽ രൂപീകരിക്കുകയും ചെയ്തു. അതിനകത്ത് ഇന്ത്യയിലുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, രവിപിള്ളയുടെ ആ ഓഫീസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കാണിച്ചിട്ടുണ്ട്. ഏതായാലും എക്സാലോജിക്കിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ നിർത്തി ഇപ്പം വിദേശത്തെ കമ്പനി തുടങ്ങിയിരിക്കുന്നു. വിദേശത്തൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരത്വം ഉള്ളവരാണെങ്കിൽ അവർ അതിൻ്റെ ടാക്സ്, അവരുടെ പ്രോഫിറ്റ് ഇന്ത്യയിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ഇന്ത്യക്കാർ ഏത് രാജ്യത്ത് പോയി സ്വത്തുണ്ടാക്കിയാലും ശരി, ഏത് രാജ്യത്ത് പോയി കമ്പനി തുടങ്ങിയാലും ശരി, അവരുണ്ടാക്കുന്ന പ്രോഫിറ്റുകൾ ഇന്ത്യയിൽ കൊടുക്കുന്ന റിട്ടേണിൻ്റെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഒപ്പം അതും കൊടുക്കണം എന്നേ വ്യവസ്ഥ. ഇവിടുത്തെ ആ കമ്പനി എക്സാലോജിക്ക് നിർത്തി അതിനുശേഷം കാനഡയിലെ Sky 11 എന്ന് പറഞ്ഞ ഒരു കമ്പനി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം തുടരാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം CMRL-ഉം KSADC-യുമാണ് പ്രശ്നത്തിൽ കുരുങ്ങാൻ പോകുന്നത്. പക്ഷേ CMRL അവർ ഒരു സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അവർ ചില പ്രകൃതി സമ്പത്തുകൾ എടുത്ത് അതിൽ നിന്ന് അവർ പ്രോസസ്സ് ചെയ്ത് റൂട്ടൈൽ ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനിയുടെ ലാഭത്തിൻ്റെ വീതം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പലരും വാങ്ങിച്ചു, രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരും വാങ്ങിച്ചു. ഒരു കമ്പനിയുടെ ലാഭത്തിൻ്റെ 7.5% കൂടുതൽ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷന് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. CMR കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റിൻ്റെ 7.5% കൊടുത്തിട്ടുണ്ടോ, അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒക്കെ അന്വേഷണത്തിൽ ഇനി വരാം. അത് കുറ്റകരമാണ്. അപ്പോൾ CMR കരിമണലിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന റൂട്ടയിൽ അവർ വിൽക്കുകയാണ്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഷെയർ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്കാണ് ആ പണം പോയെങ്കിൽ അത് കുറ്റകരമല്ല. വ്യക്തികൾ അത് തങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ആ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായിട്ട് വരാം. അങ്ങനെ പണം കൊടുക്കാനും പാടില്ല. ഏതായാലും SFIO അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ ഒരു അന്വേഷണം തടയുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. അന്വേഷണം തുടരാം എന്ന് തന്നെ പറയും. ഏതായാലും കർണാടക ഹൈക്കോടതിയിലെ അത് ഏതായാലും ആ വീണ വിജയൻ കൊടുത്ത കേസ് അത് ഇന്നത്തോടുകൂടി പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ വിശദ വിവരങ്ങൾ 2-3 ദിവസത്തിനകം നമുക്കറിയാം.
അതിനകത്താണ് അവര് കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തതിനകത്ത് SFIO പറയുന്നുണ്ട് കാനഡയിലെ പുതിയ കമ്പനി തുടങ്ങിയെന്ന്. അതിന് നിയമപരമായ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇന്ത്യക്കാർക്ക് എവിടെ വേണേലും പോയി തുടങ്ങാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ത്യയിൽ കൊടുക്കണമെന്നും തന്നെ ഇല്ല. പക്ഷേ അതിൻ്റെ ഇൻകം ഇന്ത്യയിലെ അവരുടെ വരുമാനം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കാനഡയിലെ കമ്പനി തുടങ്ങിയിരിക്കുന്നത് തന്നെ ലാവ്ലിൻ എന്ന സ്ഥലത്ത് തന്നെയാണ്. അവിടെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസിൻ്റെ ആ കമ്പനിയുടെ ആസ്ഥാനം അവിടെയാണ്. അതിനടുത്ത് തന്നെയാണ് ഈ കമ്പനിയും രൂപീകരിച്ചിരിക്കുന്ന ഒരു പ്രസക്തി അതിനകത്തുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വഴിയെ വരും. പക്ഷേ എക്സാലോജിക് കമ്പനി 2013 കോർപ്പറേറ്റ് ആക്ട് വെച്ച് ആണ് രൂപീകരിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും തടസ്സം പറയാനൊക്കില്ല. നിയമപരമായി ഇത് ചെയ്തിട്ടുണ്ട്. 2-3 വർഷത്തെ കമ്പനിയിലെ ലാഭവും നഷ്ടമൊന്നും പൊതുജനങ്ങൾക്ക് പ്രശ്നമല്ല, അത് അവരുടെ കാര്യം. പക്ഷെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ സോഴ്സ് അത് നോക്കേണ്ടിയിരിക്കുന്നു. അത് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒക്കെ ചില പൈസ കൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം അതിനകത്ത് ധാരാളം പണം വരികയും പോവുകയും ചെയ്തിട്ടുണ്ടാവാം. അതെങ്ങനെ വന്ന് അതിൻ്റെ സോഴ്സുകൾ, അതിനുള്ള GST അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഇൻകം ടാക്സ് അടച്ചോ എന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വേണ്ടത്. അത് ഏതായാലും വഴിയെ കണ്ടെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും വലിയ പരിക്കേൽക്കാതെ ഇതിനകത്ത് വീണ വിജയൻ പണിക്കേൽക്കാതെ തന്നെ പോയി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.